സുനിത ജയൻ. വാഴ്ത്തപ്പെട്ട കാർലോ ജൂലിയ ദമ്പതികളുടെ ജീവിത ചരിത്രം വായിക്കുവാനും അവരുടെ മാതൃകാപരമായ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാനും അവരുടെ സുഹൃത ജീവിത രീതി അനുകരിക്കാനുള്ള പ്രേരണ ലാസ വഴി ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വാഴ്ത്തപ്പെട്ട കാർലോ ജൂലിയ ദമ്പതികളുടെ പ്രചോദനാത്മകമായ പല ഗുണങ്ങളും ലാസ മീറ്റിങ്ങുകളിൽ സിസ്റ്റേഴ്സ് ഞങ്ങളോട് ഷെയർ ചെയ്യുകയുണ്ടായി. അവരുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അടുത്തു വരുന്ന ഈ ദിവസങ്ങളിൽ ഞാൻ അവരെ സ്നേഹാദരവോടെ സ്മരിക്കുകയും ആ വിശുദ്ധ പാരമ്പര്യം സജീവമായി നിലനിർത്തുവാനുമുള്ള മാർഗങ്ങൾ നവീകരിക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുന്നു. ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് വാഴ്ത്തപ്പെട്ട ജൂലിയ ബ്രോളയുടെ വ്യക്തിഗത ജീവിതത്തിൽ ശ്രദ്ധേയമായി കാണാൻ സാധിച്ച ചില സുഹൃത മൂല്യങ്ങളാണ്. ജൂലിയ ആകർഷണീയവും കുലീനയും സംസ്കാര സമ്പന്നയുമായ ഒരു യുവതിയായിരുന്നു. തൻ്റെ പ്രകൃതിദത്തമായ ദൈവിക സമ്മാനമായ കഴിവുകളും സമ്പത്തുകളും സ്വയം മഹത്വത്തിനായിട്ടോ സ്വാർത്ഥപരമായ നേട്ടങ്ങൾക്കോ വിനിയോഗിക്കുകയില്ല. മറിച്ച് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും കൊണ്ട് പ്രത്യാശ നശിച്ച ജീവിതം നയിക്കുന്ന തൻ്റെ അയൽക്കാർക്ക് വേണ്ടി തനിക്കുള്ളതെല്ലാം ചെലവഴിക്കുവാൻ സന്നദ്ധയായി മുന്നോട്ട് വന്ന ധീര വനിതയാണ് ജൂലിയ. അന്നത്തെ സമുദായത്തിലെ ബലഹീന വർഗങ്ങളുടെ മേന്മയ്ക്കായും നിരാശ്രയരായ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരു പുതിയ ജീവൻ നൽകുവാനുമായി ആത്മധൈര്യത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി പലരുടെയും എതിർപ്പുകളെയും വിമർശനങ്ങളെയും ധൈര്യപൂർവ്വം അതിജീവിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം നിറവേറ്റുവാൻ തീരുമാനിച്ചു. എൻ്റെ ചുറ്റുപാടുമുള്ളവരിൽ രോഗത്താലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ കാണുമ്പോൾ രോഗബാധിതർക്ക് വേണ്ടി സേവനം ചെയ്ത ജൂലിയയുടെ രൂപമാണ് എൻ്റെ മുമ്പിൽ പ്രതിബിംബിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാതെ പിന്തിരിയുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ വളരെ മൂല്യമായൊരു ഗുണമാണ് കഷ്ടതകൾ അനുഭവിക്കുന്നവരോട് കൂടുതൽ ദയയും കാരുണ്യവും കാണിക്കണമെന്ന്. ഈശോ നമുക്ക് പഠിപ്പിച്ച പാഠവും ഇതുതന്നെയെന്ന് ഞാൻ മനസ്സിലാക്കി. അടുത്തതായി വാഴ്ത്തപ്പെട്ട ജൂലിയയുടെ ജീവിതത്തിൽ നിന്ന് എന്നെ സ്പർശിച്ചത് കരുണയുടെ സ്ത്രീകൾ എന്ന സംഘടനയിൽ ചേർന്ന് ജയിൽവാസികളുടെ ജീവിത ക്ലേശങ്ങൾ പങ്കുവയ്ക്കുന്ന മാർഷനസ് ജൂലിയയാണ്. ദൈവത്തോടും സമൂഹത്തോടും വെറുപ്പും ഈർഷ്യവും തോന്നി ദുഷ്ടതയും കുറ്റബോധവും കൊണ്ട് മറ്റൊന്നും ചിന്തിക്കാനാവാത്ത നിലയിൽ ജീവിക്കുന്ന പ്രത്യാശ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ ഇടയിലേക്കാണ് ജൂലിയ കടന്നു ചെല്ലുന്നത്. അവരുടെ ദയനീയാവസ്ഥ കണ്ട് ഹൃദയവികാരങ്ങൾ അടക്കാനാവാത്ത സ്ഥിതിയിൽ ജൂലിയ പറഞ്ഞത് ശ്രദ്ധേയമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ഈ സഹോദരികളും ഞാനും ഒരേ കുടുംബത്തിലെ അംഗങ്ങളും ഒരേ പിതാവിൻ്റെ മക്കളും തന്നെയല്ലേ. ആ നിമിഷം മുതൽ തൻ്റെ ജീവിതം പൂർണ്ണമായി ആ മനുഷ്യരുടെ പുനർജീവനത്തിനായി സമർപ്പിച്ചു. സമൂഹത്തിൽ മാന്യമായ രീതിയിൽ ജീവിക്കുവാൻ അവരെ തയ്യാറാക്കിയ ജൂലിയ എനിക്കും എല്ലാവർക്കും ഒരു ഉത്തമ മാതൃകയാണ്. ടൂറിൻ നഗരത്തിൽ കോളറ എപ്പിഡമിക് കഠിനമായപ്പോൾ ജനങ്ങളെല്ലാം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ഒരുമ്പെട്ടു. എന്നാൽ രക്ഷപ്പെടാൻ സാധിക്കാതെ അനേകം പേർ ആ മഹാമാരിക്ക് ഇരയായി. സംരക്ഷണയ്ക്ക് ആരുമില്ലാതെ വലയുകയായിരുന്നു. ഇതറിഞ്ഞ് കാർലോ ജൂലിയ ദമ്പതികൾ ടൂറിനിലേക്ക് തിരിച്ചു വന്നു. രോഗബാധിതരെ രാവും പകലും ശുശ്രൂഷിച്ചു, പലരെയും സുഖപ്പെടുത്തി. അന്ത്യദിനത്തിൽ എത്തിയവരെ നല്ല മരണം വരിക്കുവാൻ തയ്യാറാക്കുകയും ചെയ്തു. അങ്ങനെ സ്വന്തം ജീവൻ പോലും ബലിയായി അർപ്പിക്കുവാൻ അവർ തയ്യാറായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ വാഴ്ത്തപ്പെട്ട കാർലോ ജൂലിയ ദമ്പതികളുടെ ജീവിത മാതൃക എൻ്റെ ക്രൈസ്തവ വിശ്വാസം ബലപ്പെടുത്തുകയും എൻ്റെ കുടുംബജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു എന്ന് പറയാം.